ഓക്കെ, ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വളരെ കൂളായി തന്നെയാണ് ബഡ്ജറ്റ് അവതരണത്തിന് മുൻപ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ ചിരികളിലുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. റഹീസ്, ഫേസ്ബുക്ക് പോസ്റ്റിലും മുഖത്തിപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും കണ്ട ആത്മവിശ്വാസം ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ റഹീസ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഡോക്ടർ അരുൺ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി തൊട്ടുപിറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരുപക്ഷെ അടുത്ത ബജറ്റ് ഒരു പൂർണ്ണ ബജറ്റ് ആയിരിക്കില്ല, കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സമയത്തുള്ള ബജറ്റായിരിക്കും. അതുകൊണ്ട് ജനക്ഷേമകരമായ കേന്ദ്രം ഞെരിക്കുന്ന ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ പോലും ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ജനക്ഷേമപരമായ കുറേ പദ്ധതികൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത്, ഉദ്യോഗസ്ഥരൊക്കെ സംസാരിക്കുമ്പോൾ അനുസരിച്ച് വിചാരിക്കുന്നത്, ക്ഷേമ പെൻഷനിൽ കുറഞ്ഞത് ഒരു 150 രൂപയുടെ എങ്കിലും വർധന ഉണ്ടാവും. അത് 200 രൂപ വരെ പോകാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നുണ്ട്. ഒപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പണം നൽകുക, ഈ ജനക്ഷേമ ആളുകളുടെ നേരിട്ട് ബാധിക്കുന്ന കാരുണ്യ പോലുള്ള പദ്ധതികൾക്ക് കൂടുതൽ പൈസ ഇതാക്കുക. ഒപ്പം സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായി ശമ്പള പരിഷ്കാര കമ്മീഷൻ്റെ ഏതാണ്ട് തീരുമാനമായതാണ്. അതിൻ്റെ ഒരു പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്ന ഒരു ബജറ്റ് എന്ന തരത്തിൽ ഇതിനെ മാറ്റും എന്ന് തോന്നുന്നു. ഇതിനകത്ത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ കുറെ കൂടി പ്രാക്ടിക്കലായി. ഇപ്പോൾ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന സമയത്തും കെ.എൻ. ബാലഗോപാൽ ധനമന്ത്രിയായിരുന്ന സമയത്തെ ബജറ്റുകൾ നോക്കിയാൽ കുറച്ചുകൂടി പ്രാക്ടിക്കലായ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു മന്ത്രി എന്ന വിശേഷമാണ് കെ.എൻ. ബാലഗോപാലിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതാണ്ട് നടപ്പാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പ്രഖ്യാപിക്കൂ എന്ന ഒരു നിലപാട് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു. നമ്മൾ ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യം എടുത്താൽ 3 മാസം ഇനിയും കൊടുക്കാനുണ്ട്. കൂടുതൽ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ, രണ്ടാം സർക്കാർ വരുന്ന സമയത്ത് 2500 രൂപയാക്കും എന്നതായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം. പക്ഷേ ഇപ്പോൾ 1600 നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ റഹീസ്, ആത്മവിശ്വാസം ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്, മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബഡ്ജറ്റിലും സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തികാവസ്ഥയുടെ ആത്മവിശ്വാസം പ്രതിഫലിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി 43 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ധനമന്ത്രി ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടും.